സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി നൽകിയത് വീണ്ടും സ്വർണം പൂശാൻ. ഹൈക്കോടതിയുടേതാണ് കണ്ടെത്തൽ. നവീകരണത്തിനായി തനിക്ക് ലഭിച്ച സ്വർണ്ണപ്പാളികൾ ചെമ്പാണ് എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇവയാണ്. 1999 മെയ് 4-നാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നത്. 99 മാർച്ച് 27-ന് ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വർണം പൂശൽ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയാണെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് എന്ന വാദമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിക്കുന്നത്. ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹസറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പം ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പം മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു, അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. അപ്പം എനിക്ക് ചെമ്പെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലയളവിൽ വീണ്ടും നവീകരണത്തിനുള്ള സ്പോൺസറാക്കി എന്നതായിരുന്നു പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റൊരു ആക്ഷേപം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് വസ്തുതകൾ നിരത്തിയാണ് അതിന് മറുപടി നൽകിയത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ്. അത് 10 ഗ്രാമാണ്. അത് വാറൻ്റി ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല. ഒപ്പം ഈ ദേവസ്വം ബോർഡിന്റെ കാലയളവിൽ സ്വർണ്ണപ്പാളി നവീകരിക്കുന്നതിനു വേണ്ടി ചെന്നൈയിൽ എത്തിച്ചതും തിരികെ കൊണ്ടുവന്നതും കർശന സുരക്ഷയിലാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം മന്ത്രിക്കോ ഈ വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ലെന്നും അതുകൊണ്ടാണ് 99 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുത്തതെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ തന്നെയാണ് ഇവിടെ പൊളിഞ്ഞത്. പോറ്റി തിരുവനന്തപുരത്ത് നടത്തിയ ഭൂമിയിടപാടുകളുടെ വിവരങ്ങളും ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു തുടങ്ങി. 30 കോടിയോളം രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ് സൂചന. ഇതിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടന്നുവരികയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.